നല്ല നിലാവ്. വെളിച്ചത്തെ ഞാൻ ആദ്യമായി പേടിക്കുകയാണ്. ആരെങ്കിലും കണ്ടാൽ. എന്തിനു പേടിക്കണേ? നിലാവ് പെയ്യട്ടെ, നിന്റെ പ്രണയം പോലെ. കുറെ കാലായി ഒരു അഗ്നിപർവ്വതം പോലെ ഞാൻ ജീവിക്കണം. പറയാൻ പാടുണ്ടോന്നൊന്നും അറിയില്ല. ഉമ്മ അരികിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ രാത്രി എങ്ങനെ നീന്തി കയറുന്ന എനിക്കറിയില്ലായിരുന്നു. ഒതുക്കി കൊണ്ടു നടന്ന എൻ്റെ സ്നേഹം അവസാനം ഈ രാത്രിക്കെങ്കിലും മനസ്സിലായില്ല. ഇങ്ങനൊരാൾ വരുമെന്ന് എനിക്ക് എന്നേ അറിയായിരുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു, എല്ലാം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. നാട്യശാസ്ത്രത്തിൽ ഒരു നായികയുണ്ട്, വാസക സജിക. പ്രിയതമനു വേണ്ടി എല്ലാം ഒരുക്കി കാത്തിരിക്കുന്നവൾ. അതാ ഞാൻ. മരുഭൂമിയിൽ മഴ പെയ്ത പോലെ എന്നൊക്കെ പറയാറില്ലേ, അതാ ഇപ്പൊ എൻ്റെ അവസ്ഥ. സ്നേഹം എന്തെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് കൊടുക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രാരാബ്ധായിരുന്നു, തീർത്താൽ തീരാത്ത പ്രാരാബ്ധം. സത്യം പറഞ്ഞാൽ ജീവിതം എൻ്റെ ശത്രുവായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴും ദശാസന്ധികളിങ്ങനെ തിരനോട്ടം നടത്തി തളർന്ന ഒരുത്തനാണ് ഇത്. സത്യം പറയാം, ജീവിതത്തോട് ഒരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒരു കണക്കിന് കാലവിഷമം കയ്പുനീര് തന്ന് നീലിച്ചു പോയവരാണ് നമ്മൾ രണ്ടുപേരും. അല്ലേ എന്റെ കാർത്തികവീരാർജുന? ഉത്ഭവത്തിലെ രാവണന്റെ പുറപ്പാടായി എന്റെ 10 തലയും അനങ്ങുന്നത് കണ്ടോ നീ? ആ 10 നെറ്റിത്തടങ്ങളിലും എന്റെ ഉമ്മകൾ കൊണ്ട് ഞാൻ സിന്ദൂരാണിയിക്കും. ഞാൻ വിളിച്ചിറക്കി കൊണ്ടേക്കൂടെ എങ്ങോട്ടെങ്കിലും? സമയാവട്ടെ. ഹിത്തത്തോം ചവിട്ടാ തൈ ഹിത്ത ദേ തേ തൈ ഹിത്തത്തോം തോം തൈത ധിത്താ 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 തോം ധിന്ദ തത്ത ധിന്ദ തക്ക ധീം തത്ത ധിന്ദ തത്ത ധിന്ദ താം ദിത്തൈ താ ദിത്ത ദിഗ്ദത്തൈ. ആ കുഞ്ഞുണ്ണിയെ,
എന്താ ആശാനെ ഈ വഴി? കിള്ളിക്കുറിശി മംഗലത്തെ തേവരെ തൊഴാൻ വന്നാ. അപ്പൊ താൻ പടി ഉണ്ടല്ലോ, എന്നാ ഈ വഴിക്ക് വരാന്ന് വെച്ചു. അത് നന്നായി ആശാൻ. എന്റെ ഭാഗ്യം. ആശാനെ പോലുള്ളവർ എത്തുന്നത് കളരിയുടെ പുണ്യം. താൻ എന്താ ഇപ്പൊ രാവുണ്ടെ വീട്ടിലേക്കൊന്നും പോവാത്ത? അവർക്ക് അതിൽ വലിയ ദുഃഖമുണ്ട്. തന്നെ മകനായല്ലേ രാവുണ്ണി കണക്കാക്കിയിരിക്കണത്. അവന്റെ കണ്ണ് നിറയാൻ അനുവദിക്കരുത്. അവനല്ലാണ്ട് തന്നെ ദുഃഖം നിറയുണ്ടേ. ഇവിടുത്തെ തിരക്ക് കാരണം പോവാൻ കഴിയാറില്ല. തിരക്കെല്ലാം തിന്നിട്ട് തനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനൊരു സമയം കണ്ടെത്തണം. 4 കണ്ണുകൾ അവളിനെ തന്നെ നോക്കി നിൽക്കണമെന്ന് മറക്കണ്ട. ആ, രാവുണ്ണി കത്ത് തന്നിട്ടുണ്ട്. ഓ, സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഞാൻ ആശാനെ മറന്നതല്ല. തനിക്കൊരു വഴി തെളിച്ച് തന്ന ആളാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഇല്ല ആശാനെ. അല്ല, ഇതാരാ ഒപ്പം? ആരോരും ഇല്ലാത്ത ചെക്കനാ. ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടി ഒപ്പം. എന്നാ കുഞ്ഞുണ്ണിയേ, യാത്രയില്ല. താൻ വേണ്ടത് ചെയ്യാ. ശരി ആശാനെ. എന്നാ നടക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി വായിച്ചറിയുന്നതിന് രാവുണ്ണി മേനോൻ എഴുതണ കത്ത്. ദേഹസുഖമില്ലെങ്കിലും എനിക്കും കുഞ്ഞുട്ടിക്കും ഒരുവിധം സുഖം തന്നെ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം വെള്ളിനേഴിലേക്ക് വരാൻ മറക്കരുത്. നിനക്ക് നല്ലത് വരാൻ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. നിനക്ക് സുഖം തന്നെയെന്ന് കരുതുന്നു. കുട്ടികളുടെയൊക്കെ സ്ഥിതി എന്താ കുഞ്ഞുണ്ണി? പഴയതുപോലെ തന്നെ. 1-2 പേര് ആദ്യാവസാന വേഷക്കാരാവുമെന്ന് തീർച്ച. പിന്നെ ആശാൻ ആ വഴിക്കൊക്കെ വന്നിട്ട് ഇഷ്യായി. ഞാനിനി എന്തിനാടോ അവിടെ വരുന്നേ? താനില്ലേ അവിടെ? താൻ തന്നെ ധാരാളാ. അല്ല, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? പാത്തുമ്മയുടെ വീട്ടിൽ നിന്ന് ഇത്തിരി ആട്ടിൻപാല് വാങ്ങിക്കാൻ പോയതാ. കുഞ്ഞിന്റെ എണ്ണ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോ പാലൂട്ടൂല്ല. അടുപ്പത്തെ വെള്ളം വെച്ചിട്ടാ ഞാൻ പോയത്. ആശാന് അസുഖമൊന്നുമില്ലല്ലോ? ദേഹത്തിന് നല്ല സുഖമില്ല കുട്ടി. പഴയ പോലെയൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. പെര നിറഞ്ഞു നിൽക്കല്ലേ. നെഞ്ചിൽ തീ കോരിട്ട പോലെ ആ കുഞ്ഞുണ്ണി. ഞാനുണ്ടാവും എപ്പോഴും. എന്നാൽ കഴിയുന്നത് എൻ്റെ കിരീടം, മേക്കോപ്പ് ഇതൊക്കെ നന്നായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ. എൻ്റെ മനസ്സുകൊണ്ട് നിനക്ക് തന്നു. എല്ലാം എൻ്റെ ഭാഗ്യം. കുഞ്ഞുണ്ണേട്ടാ, ദാ ഓട്ട് ഗ്ലാസ്സിൽ എന്താന്നല്ലേ? ആകെ ഉണ്ടായിരുന്ന കുപ്പി ഗ്ലാസ്സേ ആ കള്ളിപ്പൂച്ച ഉടച്ചു. എന്ത് സങ്കടമായിന്നറിയോ? ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാ ചായ കൊടുക്കാൻ കൂടി നിവൃത്തിയില്ലാണ്ടായി. അതൊന്നും സാരല്ലേ കുട്ടിയെ. കുഞ്ഞുണ്ണി ആരാ? നിന്റെ ഏട്ടനാ. അടുത്ത ബുധനാഴ്ച ചന്തയിൽ പോകുമ്പോൾ ഒരു പുതിയ ഗ്ലാസ് മേടിച്ച് തന്നാ പോരെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? അന്യനൊന്നും അല്ലല്ലോ. ഇതാ ഇപ്പൊ നന്നായേ. ഒരു ചെറിയ ഗ്ലാസിന്റെ കാര്യത്തിൽ ഇത്ര വലിയ ചർച്ചയൊന്നും വേണ്ട. ഏട്ടന് ഇടയ്ക്കൊക്കെ വന്നാ മതി, ഒരു ധൈര്യത്തിന്. ഇടയ്ക്കൊക്കെ ധൈര്യം വല്ലാണ്ട് ചോർന്നു പോവും അല്ലേ അച്ഛാ? ഭഗവതി. അച്ഛാ വേണ്ട. കുഞ്ഞുണ്ണി, ഞാൻ പോയാലും വെള്ളം നന്നായി നോക്കിക്കോളണം കേട്ടോ. നന്നായിട്ട് നോക്കിക്കോളണം. അതെ, രണ്ടാളോടും കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കഥകളിയിൽ നന്ദി എന്നതിന് മുദ്രയില്ലാത്ത എന്തുകൊണ്ടാ? വല്ലാണ്ട് അങ്ങോട്ട് ആലോചിക്കണ്ട. നന്ദിയില്ലാത്തവരാവും കഥകളിക്കാര്. കുഞ്ഞുണ്ണേട്ടാ, കഞ്ഞി കുടിച്ചിട്ട് പോയാ മതി കേട്ടോ. ഞാൻ മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ ഇല്ല, അതാ പ്രശ്നം. അടുപ്പില് കനലുണ്ട്, ഞാൻ പപ്പടം ചുട്ടെടുക്കാം. കുഞ്ഞുണ്ണേട്ടൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണമെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നിനും കഴിയാറില്ല. ഒന്നും വേണ്ട, ഈ സ്നേഹം എന്നെ ധാരാളം.
എന്തേ സുഖമില്ലേ? അമ്മണി വന്ന് പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. ഇന്ന് കളരിന്ന് നേരത്തെ പോരുന്നും കണ്ടു. ചെറിയൊരു ചൂട് തോന്നി, സാരമില്ല. ചെറിയ പനിയാ, മാറും. വൈദ്യരുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഷായം കഴിച്ചാ സുഖാവും. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. വേഗം മാറട്ടെ. ഒരുപാട് സംസാരിക്കാനുള്ളതല്ലേ. ഈ ജന്മത്തെയും കഴിഞ്ഞ ജന്മത്തെയും വർത്താനം ബാക്കിയാ. എന്തിനാണ് എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? അറിയില്ല. നിരാശ്രയർക്കും ഇഷ്ടപ്പെടാൻ ആരെങ്കിലും വേണ്ടേ? വല്ലാതെ അടുത്ത് വരണ്ട. പനി പോലെ ദാരിദ്ര്യവും ശാപവും ഒക്കെ പകർച്ചവ്യാധിയാവും. പകരട്ടെ. അങ്ങനെയെങ്കിലും ജീവിക്കുന്നുവെന്ന് എനിക്കൊരു തോന്നലുണ്ടാവട്ടെ. ഞാൻ കുറേ കാലായി എന്നെ സമാധാനിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഒരേ സമയം വിജയും പരാജിതനുമായ ഒരാളെ കണ്ടിട്ടുണ്ടോ? ദാ പനി കുറഞ്ഞാൽ കളരിയിലേക്ക് ഇറങ്ങൂ. ഉമ്മ അവിടെ എവിടെയോ കാത്തിരിക്കണുണ്ടാവുന്ന ഇടയ്ക്കൊക്കെ ഓർത്താൽ നന്നായിരിക്കും. പനിച്ചു കിടക്കുമ്പോൾ പ്രത്യേകിച്ചും.